അപ്പോൾ ഈ കുറേ നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഞാൻ കണ്ടുവരുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കുറേ കണ്ടന്റുകളാണ്. അതായത് ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന രീതി കാശുണ്ടാക്കി, ഞാൻ അത് മേടിച്ചു, ഞാൻ ഇത് മേടിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അയാണ്ട് കിഴങ്ങ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എനിവേ ആ കിഴങ്ങിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ഇതിനെല്ലാം ഉഡായിപ്പാണ് അതിനകത്തുള്ള മെയിൻ മോട്ടോ എന്ന് പറഞ്ഞത്. അതായത് എങ്ങനെ ഉഡായിപ്പ് രീതിയിലുള്ള സാധനം വെച്ച് കാശ് ഉണ്ടാക്കുന്ന കാര്യം പറയുന്നു. എന്നാൽ ഇതിനകത്ത് പലരും ജെന്യൂൻ അല്ല. ഇനി ജെന്യൂൻ ആയിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കാവുന്ന രീതി പറഞ്ഞ ക്രിയേറ്റേഴ്സും ഉണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പറയാത്തൊരു സാധനമുണ്ട്. നമ്മൾ എത്ര രൂപ ഓൺലൈനിലൊക്കെ ചെലവാക്കുന്നുള്ളതിന്റെ കണക്ക്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, അജിയോ അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിലെല്ലാം നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണ കാണത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളെ ഒറ്റയടിക്ക് ആമസോണിൽ ഞാൻ ഇത്ര നാളും കൊണ്ട് ചെലവാക്കിയ ക്യാഷ് അങ്ങ് കാണിച്ചു തരാം. കണ്ടോ? അതെ, ഇത് കണ്ടപ്പോൾ എൻ്റെ കിളിയും പോയായിരുന്നു, സ്വാഭാവികം. അപ്പോൾ ഇതേപോലെ ചെലവിൻ്റെ കണക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി വരെ ഒരു മാസത്തിന് ചിലവ് പുള്ളി എടുത്ത് വെക്കാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ചിലവ് നിങ്ങൾ എത്ര രൂപ ചിലവാക്കി എന്നുള്ളൊരു ധാരണ കിട്ടണം. അത് നല്ലതാണ്. കാരണം ചിലവാക്കിയത് എത്രയാണെന്ന് അറിഞ്ഞാലേ അതിനനുസരിച്ച് ചിലവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ നിങ്ങളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷനിലെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ഒരു എക്സ്റ്റൻഷൻ ഗൂഗിൾ ക്രോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ബൈ ഹെഡ് കെ എക്സ്റ്റൻഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് അല്ലെങ്കിൽ പിൻഡ് കമൻസിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ക്രോമിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആമസോണിൽ പോകാം, ഫ്ലിപ്കാർട്ടിൽ പോകാം, അജിയോ പോകാം, മിന്ത്രയിൽ പോകാം, ഏത് വെബ്സൈറ്റിൽ വേണം പോകാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആമസോണിൽ പോകുന്നുണ്ട്. ആമസോണിൽ ഞാൻ പോയി കഴിയുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സൈഡ് ബാർ കാണാം. ബൈ ഹെഡ് കെ എക്സ്റ്റൻഷൻ്റെ ഒരു സൈഡ് ബാർ. ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ലെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ഈ സ്പെൻഡ് ലെൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ഒരു സാധനം ഇങ്ങനെ അനാലിസിസിൽ വരും. അതിനുശേഷം ഗോ ടു ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അതേനും ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സിൻ്റെ സെക്ഷനിലേക്ക് വരും. ഇത് പിന്നെയും ഈ പറഞ്ഞ സ്പെൻഡ് ലെൻസിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അനലൈസ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അനലൈസ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആയി പോകും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്, ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കോഡ് കൊടുത്തില്ലെന്ന് വെക്കുക. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം എടുക്കും ഈ പറഞ്ഞ സ്പെൻഡ് ലെൻസ് ഫീച്ചർ വരാൻ. പക്ഷേ നിങ്ങൾ മേനിയാക്ക് എന്ന് പറഞ്ഞ കോഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പെൻഡ് ലെൻസ് ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കോഡ് എൻ്റർ ചെയ്യുകയാണ്. അത് വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പെൻഡ് ലെൻസിന്റെ കാൽക്കുലേറ്റർ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ, ഫ്ലിപ്കാർട്ട്, ലെൻസ്കാർട്ട്, മിന്ത്ര, ക്ലിയർ ട്രിപ്പ്, സ്വിഗ്ഗി, എല്ലാ സാധനങ്ങളും ഉണ്ട്, അജിയോ എല്ലാം ഉണ്ട്. എല്ലാ സർവ്വമായിട്ടുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസും, അത് അത്യാവശ്യം എല്ലാ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് സൈറ്റിലാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, താഴെ ഒരു അനലൈസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ അനലൈസ് എന്ന് പറഞ്ഞ ബട്ടനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ആമസോൺ ആണ് എടുക്കുന്നതെങ്കിൽ ആമസോണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈഡിലുള്ള സ്പെൻഡ് ലെൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അനലൈസ് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചരിത്രം മൊത്തം, അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത ചരിത്രം മൊത്തം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ചിലവാക്കിയിട്ടുള്ള അത് നിങ്ങളെ കാണിച്ചു തരും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്പെൻഡ് 1,51,532 രൂപ. ചെറിയൊരു ഒരു സെക്കൻഡ്. അപ്പോൾ വേറെ കാര്യം, ഇതിനകത്ത് പകുതി HP വിക്ടസ് ലാപ്ടോപ്പിന് വേണ്ടി തീർന്നതാണ്, അത് വേറെ കാര്യം. എനിവേ നമുക്ക് ഇത്രയും രൂപ ഞാൻ ചിലവാക്കി എന്നുള്ളൊരു ധാരണ എനിക്ക് കിട്ടി. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെൻഡ് ഹിസ്റ്ററി ഗ്രാഫ് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഗ്രാഫിനകത്ത് നിങ്ങൾ അതായത് നിങ്ങൾ ഒരു വർഷത്തിൽ എത്ര ചിലവാക്കി അല്ലെങ്കിൽ 6 മാസത്തിൽ എത്ര ചിലവാക്കി, അതേപോലെ ഓരോ മാസത്തിൻ്റെയും സ്പെൻഡ് ആ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ആ ഒരു മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ മേടിച്ചതെന്നുകൂടെ നിങ്ങൾക്ക് സൈഡിൽ എന്തിനൊക്കെയാണ് കൂടുതൽ നിങ്ങൾ ചിലവാക്കിയത് ഇതെല്ലാം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഇനി വേറൊരു കിടിലൻ ഫീച്ചർ കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടും. ഇതിനകത്ത് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ റെഫർ ആൻഡ് ഓപ്ഷൻ ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഒന്നിലേക്ക് കോപ്പി ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നിട്ട് അവർ ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് അവരുടെ സ്പെൻഡ് ലെൻസ് ഫീച്ചർ ആക്ടിവേറ്റ് ആയിട്ട് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ 1,00,000 രൂപയിൽ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. ഇത് ജെനുവിനാണ് ബൈ ദ വൈ. അപ്പം ഇനി 3,00,000 രൂപ അവർ സ്പെൻഡ് ചെയ്യുന്ന വെക്കുക. അപ്പം റിച്ച് ഫ്രണ്ട്സിനൊക്കെ ഇത് ടാഗ് ചെയ്ത് കൊടുക്കുക. 3,00,000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് 300 രൂപയുടെ ആമസോൺ വൗച്ചർ നിങ്ങൾക്ക് കിട്ടും. സോ ചെറിയൊരു പോക്കറ്റ് മണി, അത്രേ ഉള്ളൂ. സോ ഇതിൽ കൊടുത്തേക്കുന്ന ഏത് ആപ്ലിക്കേഷൻ്റെ വേണേലും നിങ്ങൾക്ക് സ്പെൻഡ് കണക്കാക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ട് ഏത് വേണേലും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ആ ഒരു വെബ്സൈറ്റിൽ ചെല്ല സ്പെൻഡ് ലെൻസ് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അടുത്തായിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷനിൽ പണ്ട് തൊട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സെയിലിനൊക്കെ സമയത്ത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റിയൽ
ആണോ ഫേക്ക് ആണോ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൈസ് ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. പ്രൈസ് ഗ്രാഫ് എന്ന് പറഞ്ഞ ഫീച്ചർ വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്തുമാത്രം തന്നിട്ടുണ്ട്, എന്തുമാത്രം കൂടിയിട്ടുണ്ട്, അതേപോലെ ഒരു പ്രഡിക്ഷൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെയുള്ള ഒരു ഫീച്ചറാണ് പ്രൈസ് അലേർട്ട് ഫീച്ചർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ ചില സമയത്ത് 75,000 രൂപയ്ക്ക് വന്നിട്ടുണ്ടെന്ന് വെക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾ 75,000 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് അടിക്കുക നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ എന്ന് ആ പ്രോഡക്റ്റ് 75,000 രൂപയ്ക്ക് വരുന്നു അപ്പം നിങ്ങൾക്ക് ഇമെയിൽ വരും. എത്ര രൂപ നിങ്ങൾ കൊടുത്താൽ അതിനനുസരിച്ചുള്ള ആ ഒരു റേറ്റിലേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ വരും. അതേപോലെ ഒരു ഡിറ്റോ ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളും പല വെബ്സൈറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ബാക്കി പ്ലാറ്റ്ഫോംസിലും സിമിലർ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളൊരു നോളജ് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി ബൈ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പ്രോഡക്റ്റ് സജഷൻ ഫീച്ചർ അല്ലെങ്കിൽ പ്രൈസ് കമ്പാരിസൺ ഫീച്ചർ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ മെയിൽ അഡ്രസ് ബാറിന് താഴെയായിട്ട് ഈ ഒരു സെയിം പ്രോഡക്റ്റ് ചിലപ്പം ഇപ്പോൾ ആമസോണിൽ ഞാൻ ഒരു ഷർട്ട് എടുത്തു, സെയിം പ്രോഡക്റ്റ് ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആ ഒരു സെയിം ഷർട്ട് ചിലപ്പോൾ 200 രൂപ കുറവായിരിക്കും. ഇപ്പം മേളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ അവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല വെബ്സൈറ്റിലുള്ള പ്രൈസ് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും വില കുറവാണ് അവിടുന്ന് പോയി നിങ്ങൾക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ കുറച്ച് കിഡിലൻ ഫീച്ചേഴ്സോട് ഈ ഒരു എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്പെൻഡ് ലെൻസ് ഫീച്ചർ യൂസ് ചെയ്ത് നോക്കുക. കാരണം ചിലവാക്കിയ കണക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചിലവ് കുറയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും. എനിവേ ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച് നിങ്ങൾക്ക് പൈസ നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ ഒന്നും ചെയ്യേണ്ട. സോ അത് ആദ്യമേ പറഞ്ഞേക്കാം. അതാ ഞാൻ പറഞ്ഞത് ഇത് പൈസ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ അല്ല. അപ്പം ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻഡ് കമൻസിലുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും